പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണത് ഒരു കുഞ്ഞുടുപ്പ് തന്നെയാണ് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, എന്നാൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞുടുപ്പാണ് ചെയ്യണത്. ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു 2 വയസ്സൊക്കെ ആവാറായ കുട്ടികൾക്ക് പാകമാവുന്ന ഒരളവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 1 മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ലൈനിങ് വെച്ചിട്ടുള്ളതാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 1 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഷോൾഡർ നമ്മൾ എടുക്കുന്നത് ഒരു 4.5 ഇഞ്ചാണ് കേട്ടോ. 4.5 ഇഞ്ച് ഷോൾഡറും അതുപോലെ 4.5 ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ലൂസ് എടുക്കുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഡബിളായിട്ട് മടക്കിയിട്ടേക്കുന്ന തുണിയാണ്. അപ്പോൾ നമുക്ക് 4 ഇഞ്ച് മതി. 4-ൽ 1 ഭാഗം 4 ഇഞ്ച് വരും. 4 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുണിയിട്ട് ഒരു 5.5-ൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഷേപ്പ് ഒരു 5.5 ഇഞ്ചിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 5.5 ഇഞ്ചിൽ ഷേപ്പ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വണ്ണത്തിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ഷേപ്പിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത അളവിൽ നിന്ന് താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ താഴെ നമുക്ക് അടിയിൽ നമുക്കൊരു 10 ഇഞ്ച് ലൂസൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ട് മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ അത് നമുക്ക് അടിയിൽ ഒരു 10 ഇഞ്ച് എന്ന് പറയുമ്പം 20 ഇഞ്ച് ലൂസ് കിട്ടും ടോട്ടൽ. പിന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് നമ്മൾ കൊടുക്കുന്നത് 2.5 ഇഞ്ച് ഡീപ്പും 2.5 ഇഞ്ച് വിഡ്ത്തും ആയിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്ത് നമുക്കിനി ഒറിജിനൽ പീസിന് വെച്ചിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ 5 ഇഞ്ചിൻ്റെ ഒരു യോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ബാക്കിൻ്റെ കറക്റ്റ് അളവ് തന്നെയാണ് ആ യോക്കിന് വേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഒരു 5 ഇഞ്ചിൻ്റെ യോക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അതുമേ ഫ്ലീറ്റ്സ് ഇട്ട് പിടിപ്പിക്കാനുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 20 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളത്തിലും ഉള്ള ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തത് ലൈനിങ് നമ്മൾ ഒറിജിനലും വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സെൻറ്റർ മടക്കിയിട്ടിട്ട് നമ്മൾ ബാക്കിൽ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ചിൻ്റെ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ തലയൊക്കെ കടക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. ചെറിയ നെക്കാണല്ലോ നമ്മൾ വെക്കണത്. അപ്പോൾ നമ്മൾ ആ ഓപ്പൺ കൊടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ വേറൊരു പീസ് വെച്ച് അടിച്ച് മറിച്ചെടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്നിട്ട് ഒരു ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് യോക്ക് പാർട്ടും അറ്റാച്ച് ചെയ്യാനുള്ള ഫ്ലീറ്റ്സ് ഇട്ട് പിടിപ്പിക്കണം.
അപ്പോൾ അതിന് നമ്മൾ ആ പീസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ മാത്രം ഫ്ലീറ്റ്സ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു യോക്ക് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ രീതിയിലേക്ക് ഈ തുണി ശരിക്കും അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സെൻറ്ററിൽ മാത്രമാണ് ഫ്ലീറ്റ് കൊടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് ബാക്കിയുള്ള തുണിയെല്ലാം കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആക്കിയിട്ട് സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ട് ഇതുപോലെ ലൈനിങ്ങും ഒറിജിനലും കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് നമ്മൾ ഒറിജിനലും നമ്മൾ ഇതുപോലെ തന്നെ സെൻറ്റർ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിൻ്റെ അളവിലേക്ക് ആക്കി എടുത്തിട്ട് ഒറിജിനലും ലൈനിങ്ങും കൂടെ നമുക്ക് ഈ യോക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഫ്രണ്ടും ബാക്കും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് നമ്മൾ കൊടുക്കണില്ല. സ്ലീവ് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് അടിക്കണത്. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് 2 സ്ലീവും അടിച്ച് മറച്ചുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിൽ നമ്മൾ ചെറിയൊരു പൈപ്പിംഗ് പോലെ ക്രോസ് പീസ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ക്രോസ് പീസ് വെച്ച് കൊടുക്കുമ്പോൾ ക്രോസ് പീസ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മളൊരു ചുളിവൊന്നും ഇല്ലാണ്ട് നമുക്കത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ കട്ടുകൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് അടിഭാഗം ഒന്ന് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തിട്ട് വേണം നമുക്ക് ബോട്ടം ഫോൾഡ് ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ട്. കുട്ടിയുടുപ്പ് കണ്ടില്ലേ, ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ്. എന്നാൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ക്യൂട്ട് ലുക്കൊക്കെ ഉണ്ടാവും പിള്ളേര് കുട്ടികളിടുമ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും